അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും എത്തിച്ചു തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മളെല്ലാവരും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തം ആഗ്രഹിച്ച് അമൽ ചെയ്യുന്നവരാണ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ പൊരുത്തം, അവന്റെ സ്നേഹത്തോടെയുള്ള കണ്ടുമുട്ടൽ ആഗ്രഹിക്കുന്ന ആരും അമലു സ്വാലിഹാത്ത് ചെയ്യൂ എന്നാ പറഞ്ഞത്. സ്വാലിഹായ അമല് ചെയ്യുക വഴി കിട്ടുന്ന നേട്ടം അള്ളാഹു സ്നേഹത്തോടെ നമ്മെ കണ്ടുമുട്ടും എന്നുള്ളതാണ്. റബ്ബ് നമുക്ക് നസീബാക്കട്ടെ. പക്ഷെ നമ്മളൊക്കെ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്. അമല് അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് ഉപകാരപ്പെടുന്ന അവസ്ഥയിലെത്താൻ, നമ്മുടെ അമല് സുരക്ഷിതമാവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു സാധനം, വിലപിടിപ്പുള്ള ഒരു സാധനം മറ്റൊരിടത്തേക്ക് പാഴ്സലായി അയക്കുകയാണെങ്കിൽ നല്ലോണം കെട്ടിപ്പൊതിഞ്ഞ് അതിൻ്റെ എല്ലാ അപാകതകളിൽ നിന്നും സുരക്ഷിതമായി നല്ല പൊതിയായിട്ട് കെട്ടി പൊതിഞ്ഞ് നല്ലോണം ഒട്ടിച്ചും ഒക്കെ വളരെ സുരക്ഷിതമായ ഒരു ബോക്സിൽ നിക്ഷേപിച്ച് സുരക്ഷിതമായ വഴിയിലൂടെ നമ്മൾ അത് എത്തിക്കും. വിലപിടിപ്പുള്ള ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്ത് എത്തിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും നമ്മൾ. അത് ഇടയിൽ ചോർന്നു പോവാനോ അത് ഇടയിൽ നഷ്ടപ്പെട്ടു പോവാനോ പറ്റാത്ത വിധം അതിന്റെ സുരക്ഷിതമായ എല്ലാ വഴികളും നമ്മൾ തേടാറുണ്ട്. എന്നാൽ നാളത്തേക്കുള്ള നിക്ഷേപമായ നമ്മുടെ അമല് റബ്ബിന്റെ മുന്നിൽ നമുക്ക് ഉപകാരമുള്ളതാവാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ വിലയിരുത്തലുകളും കണ്ടെത്തലുകളും നമ്മുടെ മുന്നിൽ പറയുന്നു. പഠിക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. മഹാനായ ഷഖീഖ് ബിൻ ഇബ്രാഹിം സാഹിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഹുസ്നുൽ അമലി സലാസത്തു അശ്യ. നമ്മൾ ചെയ്യുന്ന അമല് അത് സൂക്ഷിക്കാൻ, ആ അമലുകളെ സുരക്ഷിതമായി സംരക്ഷിക്കാൻ 3 കാര്യങ്ങളാണ് പ്രധാനമായും വേണ്ടത്. ഒന്നാമത്തേത്, നമ്മുടെ അമല് അള്ളാന്റെ മുന്നിൽ ഉപകാരപ്പെടാൻ, ആ അമല് കൊണ്ട് ഗുണം കിട്ടാൻ വേണ്ടി അമല് സുരക്ഷിതമാക്കാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, ഈ അമല് അള്ളാഹുവിന്റെ തൗഫീഖ് മുഖേനയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്ന ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അൽഹംദുലില്ലാ, പടച്ചോന്റെ ഒരു തൗഫീഖാ എനിക്ക് ആ ദുആയിലൊന്ന് പങ്കെടുക്കാൻ പറ്റിയത്. അപ്പൊ അള്ളാഹുവിന്റെ തൗഫീഖാ എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് നമ്മൾ ഈ അമല് ചെയ്യുന്നത് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വേണം. അല്ലാതെ നമ്മൾ മിടുക്കനായത് കൊണ്ട് നമ്മൾ അമല് ചെയ്യുന്നു എന്ന് തോന്നൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ടാണ് നമ്മൾ ഈ അമല് ചെയ്യുന്നത് എന്ന തോന്നൽ ഉണ്ടാവുക വഴി നമ്മുടെ കിബർ അവിടെ നിന്ന് ഇല്ലാതാവാണ്. ഇത് മഹാനായ ഷഖീഖ് ബിൻ ഇബ്രാഹിം സാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നതാണ്. രണ്ടാമത് മഹാൻ പറയുന്നുണ്ട്, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തമായിരിക്കണം നമ്മുടെ അമല് കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. അപ്പൊ നമ്മുടെ കുറെ കാര്യങ്ങൾ നമുക്ക് പെൻഡിങ് വരും. പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ അമല് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടേതായ താല്പര്യങ്ങൾ കുറെ വേണ്ടെന്ന് വെക്കും. അള്ളാഹിന്റെ പൊരുത്തം അന്വേഷിച്ച് അമലിന് ഇറങ്ങുന്ന മനുഷ്യൻ സ്വന്തം ദേഹ ഇച്ഛകളെ പരാജയപ്പെടുത്തുകയാണ് അവിടെ ഉണ്ടാവുക എന്ന് മഹാനായ ഇമാം ഷഖീഖ് ബിൻ ഇബ്രാഹിം സാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അപ്പൊ നമ്മുടെ അമല് സുരക്ഷിതമാവാനുള്ള ഒന്നാമത്തെ കാര്യം, അള്ളാന്റെ തൗഫീഖ് കൊണ്ടാ ഇത് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു ഉള്ളിൽ തോന്നലുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിബർ വരില്ല, നമ്മൾ വലുതാന്ന് തോന്നൂല. രണ്ടാമത് വേണ്ടത്, നമ്മുടെ അമല് സുരക്ഷിതമാവാൻ നമ്മൾ ചെയ്യുന്ന ഈ അമല് അള്ളാന്റെ പൊരുത്തം തേടിക്കൊണ്ട് ചെയ്യുന്നതാണ് എന്ന് ഉള്ളിലൊരു തോന്നലുണ്ടായാൽ നമ്മുടെ താല്പര്യങ്ങൾക്ക് പിന്നെ 2ാം സ്ഥാനം നമ്മൾ കൊടുക്കാം. മൂന്നാമത്, നമ്മൾ ഈ ചെയ്യുന്ന അമലിന് അള്ളാഹു കൂലി തരും എന്ന ഒരു തേട്ടം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അള്ളാഹ് കൂലി തരണമെങ്കിൽ അള്ളാഹ്ക്ക് ബോധ്യപ്പെടല, അല്ലാതെ നാട്ടുകാരെ ബോധിപ്പിക്കലല്ല. അപ്പൊ അള്ളാഹ് തരും എന്ന, ആ കൂലി തരും എന്ന ഒരു വിചാരം നമ്മുടെ മനസ്സിൽ വരുമ്പോ നമ്മൾ ലോകമാന്യതയിൽ നിന്നും അകലും എന്ന് മഹാനായ ഇമാം ഷഖീഖ് ബിൻ ഇബ്രാഹിം സാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി മഹാന്മാരായ പല മുഹദ്ദിസീങ്ങളും തസവുഫിന്റെ ഉലമാവും രേഖപ്പെടുത്തുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ അർത്ഥത്തിൽ നമ്മുടെ അമലിനെ സുരക്ഷിതമാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അമലുകൾ ഒരുപാടുണ്ട്. പഴയ കാലത്തേക്കാൾ സൗകര്യങ്ങൾ കൂടുതലാണ്.
പഴയ കാലത്തെക്കാൾ നമുക്ക് സദസ്സുകൾ കൂടുതലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് എല്ലാ നിലക്കും അമലിനായി ഒരാൾക്ക് ഇറങ്ങാൻ കഴിയുമെങ്കിൽ അതിനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു തന്നിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെതായ ഫലത്തിൽ വരുന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. പണ്ടൊക്കെ ഒരു ഹജ്ജ് ചെയ്ത ആളെ കാണണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഇന്ന് യഥേഷ്ടം സൗകര്യങ്ങളുണ്ട്. ഒരു ഉംറ ചെയ്യാനുള്ള അവസരം വളരെ വിരളമായിട്ടാണ് കിട്ടുക. ദാരിദ്ര്യത്തിന്റെ കാലമായിരുന്നു, ഇന്ന് ധാരാളം ഉണ്ട്. സദഖ ചെയ്യാൻ കഴിവുള്ള ഒരാളെ കണ്ടെത്തുക എന്നത് പണ്ടൊക്കെ പ്രയാസമായിരുന്നു. ഇപ്പോ ധാരാളം ആളുകൾക്ക് സമ്പത്ത് ഇങ്ങനെ പെരുത്തിട്ട് മനുഷ്യർക്ക് ധാരാളം കാര്യങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, എത്ര തരത്തിലുള്ള അമലുകളാ നമ്മുടെ മുന്നിലുള്ളത്. നമ്മൾ അമല് ചെയ്യുന്നവരാണ് എങ്കിൽ നമ്മൾ കുറെ അദബുകൾ അതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടിയിരിക്കുന്നു. മഹാന്മാർ പറയുന്നുണ്ട്, ഒരാള് അമല് ചെയ്യുമ്പോ ജനങ്ങളുടെ പ്രശംസയും ജനങ്ങളുടെ നല്ല വർത്താനവും കേട്ട് സന്തോഷിക്കുക എന്ന നെയ്യത്തുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ അമല് ബാത്തിലാണ്, കൂലിയില്ല. അത് ഒരു തെറ്റായി സംഭവിക്കുകയും ലോകമാന്യതയുടെ പേരിൽ അയാൾ അതിന്റെ ആ അമലാൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്ന് പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാർ പറയുന്നു, അമല് ചെയ്യുമ്പോൾ നമുക്ക് ചില അദബുകൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഹൃദയത്തിലേക്ക് ലോകമാന്യത പോലെയുള്ളതൊന്നും കടന്നു വരില്ല. നമ്മുടെ ഉള്ളിലേക്ക് ഇഖ്ലാസ് കടന്നു വരും. ഒരു ഉദാഹരണം മഹാന്മാർ പറയുന്നത്, അമല് ചെയ്യുന്ന ഒരാള് ഒരു ആട്ടിടയൻ നിസ്കരിക്കുന്ന പോലെ ആവട്ടെ എന്നാ. ഒരു ആട്ടിടയൻ നിസ്കരിക്കുക, ഒരു ആട്ടിടയൻ ആടിനെ മേക്കുന്നതിന്റെ ഇടയിൽ, ആടുകളുടെ ഇടയിലായിരിക്കും അയാള് നിസ്കരിക്കുക. ആടെന്ന് പറഞ്ഞാൽ ആട്ടിടയന്റെ കൂടെയുള്ളത് 100 കണക്കിന് ആടുകൾ ഉണ്ടാവും. ആ 4 കാലി മൃഗങ്ങൾ കൂട്ടം കൂട്ടമായി തന്റെ ചുറ്റിലുമുള്ളപ്പോ അയാൾ നിസ്കരിക്കുന്നു. അയാൾ ആട്ടിടയൻ ആടുകളുടെ ഇടയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ഒരിക്കലും ഒരു തോന്നലില്ല, തന്നെ കുറിച്ച് ഈ 4 കാലി മൃഗങ്ങൾ നല്ലത് പറയണമെന്നൊരു തോന്നൽ ഒരിക്കലും കടന്നു വരുന്നില്ല. എന്ന പോലെ നമ്മുടെ പരിസരത്തെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. ആരൊക്കെ നമ്മൾ നിസ്കരിക്കുന്നത് കാണുന്നു, ആരൊക്കെ നമ്മൾ അമല് ചെയ്യുന്നത് കാണുന്നു, ആരൊക്കെ നമ്മൾ പള്ളിയിലേക്ക് നേരത്തെ പോരുന്നത് ശ്രദ്ധിക്കുന്നു, അവർ കൂടുതൽ ശ്രദ്ധിക്കും വിധം ഒരു ഉറക്കനെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരു പ്രത്യേകമായ ഒരു ശബ്ദമൊക്കെ ഉയർത്തിയിട്ട് അവരുടെ ശ്രദ്ധ ഒന്നുകൂടി അവർ കണ്ടോട്ടെ ഞാൻ പോകുന്നത്, അതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അപകടമല്ലാതെ ഒരു ഉപകാരമില്ല. ആട്ടിടയൻ നിസ്കരിക്കുമ്പോൾ ഏതൊക്കെ ആടുകളാണ് തന്റെ നിസ്കാരത്തെ ശ്രദ്ധിക്കുന്നത് എന്ന് ഒരിക്കലും ആട്ടിടയൻ ചിന്തിക്കുന്നില്ല എന്ന പോലെ ആളുകളുടെ ഇടയിൽ വെച്ച് അമൽ ചെയ്താലും തനിച്ചിരുന്ന് ഏകാന്തതയിൽ അമൽ ചെയ്താലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ് തന്റെ അമല് എന്ന തോന്നൽ ഉണ്ടാവുക എന്നതാണ്. ജനങ്ങളുടെ പ്രശംസയെ ചിന്തിക്കാതിരിക്കുക എന്നതാണ് ആട്ടിടയന്റെ നിസ്കാരം ആടുകളുടെ ഇടയിൽ സംഭവിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആളുകൾ നോക്കട്ടെ നോക്കാതിരിക്കട്ടെ, താൻ തനിച്ചാവട്ടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലാവട്ടെ, അള്ളാന്റെ പൊരുത്തം മാത്രം മനസ്സിലുള്ളത് എങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമല് സുരക്ഷിതമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കാണാം, നമ്മുടെ അമലുകൾക്ക് 4 കാര്യങ്ങൾ പ്രത്യേകമായി ഉണ്ടാവണം. നമ്മുടെ അമലുകൾക്ക് 4 കാര്യങ്ങൾ ഉണ്ടാവണം ആ അമല് സ്വീകരിക്കപ്പെടണമെങ്കിൽ. ഒന്നാമത്തേത്, നമ്മൾ ആ അമല് ചെയ്യാൻ പോകുമ്പോഴേക്കും ആ അമലിനെ കുറിച്ചുള്ള ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഒരു ഉദാഹരണം പറയാം. നമ്മൾ അവ്വാബിൻ നിസ്കരിക്കാൻ പോവാം, അല്ലെങ്കിൽ വേണ്ട വേറെ ഏതെങ്കിലും ഒരു സുന്നത്ത് നിസ്കാരം, അതങ്ങനെ നിസ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ആദ്യം നമുക്ക് വേണ്ടത് ആ നിസ്കാരത്തെ കുറിച്ചുള്ള ഒരു അറിവ് നമ്മൾ അന്വേഷിച്ച് പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ തയമ്മും ചെയ്യാൻ പോവാം. തയമ്മും എപ്പോഴും ഉള്ള കാര്യമല്ലല്ലോ. അങ്ങനെ ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ അതേക്കുറിച്ച് ഒരു പരിജ്ഞാനം ആദ്യം നമുക്ക് ഉണ്ടാവുക എന്നതാണ് ഒരു അമല് സുരക്ഷിതമാക്കാനുള്ള മറ്റു മാർഗങ്ങൾ മഹാന്മാർ പറയുന്നു. ഒന്നാമത്തേത്, നമ്മുടെ അമല് കബൂലാവാൻ ഒന്നാമത് വേണ്ടത് ആ അമലുമായി ബന്ധപ്പെട്ട അറിവ് നമ്മൾ അതിനു മുന്നേ നമ്മൾ സ്വായത്തമാക്കിയിരിക്കണം. രണ്ടാമത്തേത്, നമ്മൾ ആ അമലിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല കൃത്യവും വ്യക്തവുമായ നെയ്യത്ത് വെച്ചിരിക്കണം. ഏത് അമലാണെങ്കിലും, അതൊരാൾക്കൊരു 10 രൂപ കൊടുത്ത് സഹായിക്കുന്നതാണെങ്കിൽ പോലും നെയ്യത്ത് വേണം. മൂന്നാമത്തേത്, ആ അമല് ഇത്തിരി ദൈർഘ്യത ഉള്ള അമലാണ് എങ്കിൽ ആ അമല് പൂർണ്ണമാകുന്നത് വരെ നല്ല ക്ഷമ വേണം. കുറച്ച് കഴിയുമ്പോൾ ഈ തറാവീഹ് നിസ്കാരത്തിലൊക്കെ കാണാറുണ്ട്, ഒരു 10 റക്അത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ചിലർക്ക് ഭയങ്കര ക്ഷീണവും കൂട്ടുവാ വരലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും.
അത് ആ അമലിന്റെ രസം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ ഒരു ക്ഷമ ആ അമല് തീരുന്നവരെ, ഇത് പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടിയാ ചെയ്യുന്നത് എന്നൊരു തോന്നലിന് നമ്മൾ അങ്ങോട്ട് മുറുക്കി പിടിച്ചങ്ങ് നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ക്ഷമ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു അമലിന്റെ പരിപൂർണതയ്ക്ക് നമുക്ക് വേണ്ട മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ആ അമല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിൽ നിന്നും വിരമിക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഇഖ്ലാസ് ഉണ്ടാവണം. ഇത് അള്ളാനെ ബോധ്യപ്പെടുത്തി ചെയ്യുന്നതാണ് എന്ന ഒരു തോന്നൽ ഉണ്ടാവണം. മറ്റാർക്കും ബോധ്യമാവരുത്, ഇത് അള്ളാനെ ബോധിപ്പിക്കുന്നതാണെന്ന തോന്നല് അമല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വേണം, അമല് കഴിഞ്ഞാലും വേണം. ചില ആളുകളുണ്ട്, നിസ്കാരം സദക്ക പോലെയുള്ളത് ചെയ്യുമ്പോൾ നല്ല ഇഖ്ലാസ് ആയിരിക്കും, ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് ആളുകളോട് പറയാനും ആളുകൾ അറിയാനും ആഗ്രഹിക്കും. അപ്പൊ ചെയ്യുമ്പോൾ നല്ല ഇഖ്ലാസ് ഉണ്ടാവും, ചെയ്ത് കഴിഞ്ഞിട്ട് ആളുകൾ അറിയാ എന്നതും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആളുകൾ അറിയാ എന്നതും ലോകമാന്യതയിൽപ്പെടും. അപ്പൊ ചെയ്യുമ്പോഴും ചെയ്ത് കഴിയുമ്പോഴും ഇഖ്ലാസ് നിലനിൽക്കുക എന്നത് ആ അമലിന്റെ സ്വീകാര്യതയ്ക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെ 4 കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. മഹാനായ അഹ്മദ് സമർഖന്ദി ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പോൾ ഒരു മനുഷ്യൻ ലോകത്ത് പ്രശസ്തിയും അതുപോലെ തന്നെ അംഗീകാരവും ആദരവും സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ലോകമാന്യത കാണിക്കുക. താൻ വലിയ സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്, താൻ ഒരുപാട് ദിക്ർ ചൊല്ലുന്ന ആളാണ്, താൻ ഒരുപാട് ഖുർആൻ ഓതുന്ന ആളാണ് എന്നത് മറ്റ് ആളുകൾക്ക് ബോധ്യമാവുകയും അതനുസരിച്ച് ആളുകൾ തന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക ചിരിയും ബഹുമാനവും ഒക്കെ കാണിക്കുകയും ചെയ്യും. ഇതാണല്ലോ ഈ ലോകമാന്യത കൊണ്ട് ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. പൊതുസമൂഹത്തിന്റെ ഇടയിൽ പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാവാൻ ലോകമാന്യത എന്നത് അപകട. ലോകമാന്യത എന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് നരകമാണ്. നമ്മുടെ അമല് കബൂൽ ആവുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ആ അമല് മുഖേന ഇബാദത്ത് എന്ന രീതിയിൽ അല്ല അത് പരിഗണിക്കുക, അതൊരു കുറ്റകൃത്യമായ പരിഗണിക്കുക. അതിന്റെ പേരിൽ നരക കിട്ടുക. ഒന്നുകൂടി പറയാം, സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് നമുക്ക് പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാവാൻ നമ്മൾ ലോകമാന്യത എന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ, ജനങ്ങൾ നല്ലത് പറയട്ടെ, നല്ലത് എന്നെ കുറിച്ച് നല്ലത് ചിന്തിക്കട്ടെ, 10 ആള് നല്ലത് പറഞ്ഞ് കേൾക്കാൻ വലിയ സന്തോഷമാണ്, ആളുകളെ ബോധിപ്പിച്ച് ചെയ്യാം. അതിലൂടെ പ്രശസ്തനാവാനും അതിലൂടെ വലിയവനാവാനും നോക്കിയാൽ അത് അപകടത്തിലേക്കാ, നരകത്തിലേക്കാ പോക്ക്. എന്നാൽ ഒരു മനുഷ്യന് അനിഷേധ്യമായി ഇതൊക്കെ കിട്ടും. എന്ത് ചെയ്താൽ മതി? അള്ളാനെ ബോധിപ്പിച്ച് അങ്ങ് ചെയ്താൽ മതി. അള്ളാനെ ബോധിപ്പിച്ച് ചെയ്യുന്ന മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ വളരെ രഹസ്യമായ അമല് ചെയ്തവർ. പക്ഷെ എത്ര കാലം രഹസ്യമാക്കാൻ പറ്റും? പിന്നീട് ആ മഹാനെ കുറിച്ച് ലോകം മുഴുവനും അറിഞ്ഞില്ലേ? അതുപോലെ തന്നെ ഒരുപാട് സയ്യിദന്മാർ, ഒരുപാട് മഹത്തുക്കൾ, മഹാനായ ശംസുൽ ഉലമയെ പോലെ, മഹാനായ സീം വലിയുല്ലാഹിയെ പോലെ ജീവിതത്തിൽ ഒരുപാട് സൂക്ഷ്മതയിൽ ഇബാദത്തുകളുമായി കഴിഞ്ഞ ഒരുപാട് മഹാന്മാർ മരിക്കലോടുകൂടെ, അവർ വഫാത്താവലോടുകൂടെ അവരുടെ മദ്ഹുകൾ ഇങ്ങനെ ലോകത്ത് നിറയാണ്. അവരുടെ ജീവിതം എന്തായിരുന്നു എന്ന് ലോകം പഠിക്കാണ്. അവരൊരിക്കലും പ്രശസ്തരാവാൻ ആഗ്രഹിച്ചവർ അല്ല. അവരുടെ അമലുകൾ ലോകത്ത് അറിയരുത് എന്ന് ചിന്തിച്ചവരവര്. പക്ഷെ അവരുടെ കാലഘട്ടത്തിലും അവരുടെ ശേഷവും അത് ജനങ്ങൾക്കിടയിൽ വളരെ പ്രചാരത്തിലെത്തി. അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ വെച്ചിട്ടുണ്ട്. അല്ലാതെ ആളുകളെ ബോധിപ്പിച്ച് ചെയ്തുകൊണ്ടും ലോകമാന്യത കാണിച്ചതുകൊണ്ടും പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാവുക എന്ന തലമല്ല അത്. അങ്ങനെ ഉണ്ടാവല അപകടമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? മഹാന്മാർ രഹസ്യമായി ചെയ്ത പല കാര്യങ്ങളും. അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു ഒക്കെ രാത്രിയിൽ ഒരുപാട് രഹസ്യമായ അമൽ ചെയ്തവരാ. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒക്കെ രാത്രി നിന്ന് നിസ്കരിച്ച ആളാണ്. മഹാനായ ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയൊക്കെ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് രാത്രി കാലങ്ങളിൽ പരിശുദ്ധ ഖുർആന്റെ ഖത്മുകൾ തീർത്ത മഹാന. ഇതൊക്കെ രഹസ്യമായി ചെയ്ത അമലുകളാണ്. പക്ഷെ അതൊരു പരിധി വിട്ടപ്പോൾ പരസ്യമായി. എങ്ങനെയാ? അവർ ചിന്തിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ അതിനുള്ള വഴികൾ അവർ വെച്ചിട്ടോ അല്ല. ഹദീസുണ്ട്, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കാം, നമ്മൾ അള്ളാഹനെ ബോധിപ്പിച്ച അമൽ ചെയ്യുമ്പോൾ അള്ളാഹുവിന് നമ്മോട് ഇഷ്ടം കൂടാ, അള്ളാഹുവിന് ഇഷ്ടം കിട്ടും നമ്മൾ അള്ളാഹനെ മാത്രം ബോധിപ്പിച്ചിട്ട് അമൽ ചെയ്യുമ്പോൾ. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടം റബ്ബ് അവന്റെ മലക്കുകൾ അറിയിക്കുകയും അതുവഴി നമുക്ക് പ്രശസ്തി വരികയും ചെയ്യാം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ്, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തബാറക വതആല ഇദാ അഹബ്ബ അബ്ദൻ നാദാ ജിബ്രീൽ ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബഹു فيحبه جبريل عليه السلام ثم ينادي جبريل عليه السلام في السماء إن الله قد أحب فلانا فأحبوه فيحبه أهل السماء فيوضع له القبول في أهل الأرض.
ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അള്ളാന്റെ ഇഷ്ടം എങ്ങനെയാ കിട്ടുക? അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാന്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ബോധിപ്പിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാം. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടം തോന്നും. അള്ളാഹുവിന്റെ ഇഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയും, ജിബ്രീലെ അലൈഹിസ്സലാം, എനിക്ക് ഇന്നാലിന്ന ആളെ ഇഷ്ട, അതുകൊണ്ട് ആ ആളെ നീയും ഇഷ്ടപ്പെടണേ എന്ന് പറയും. അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുക, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിലും ഭൂമിയിലുമുള്ള മറ്റു മലക്കുകളോടൊക്കെ വിളിച്ചു പറയും, ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മകൻ ഇന്ന ആളെ അള്ളാഹുവിന് വലിയ ഇഷ്ട. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ആളെ അള്ളാഹു ഇഷ്ടം വെക്കുന്നു, എന്നോട് ഇഷ്ടം വെക്കാൻ പറഞ്ഞു, ഞാൻ ഇഷ്ടം വെക്കുന്നു. അതുകൊണ്ട് എല്ലാ മലക്കുകളും കേൾക്കണേ, അള്ളാഹുവിന്റെ പ്രഖ്യാപനമാ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെല്ലാവരും ആ മഹാനായ മനുഷ്യനെ ഇഷ്ടം വെക്കണേ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ മനുഷ്യന് ആകാശത്തിലുള്ള മലക്കുകളും ഇഷ്ടപ്പെടും, ഭൂമിയിലുള്ള മലക്കുകളും ഒക്കെ ഇഷ്ടപ്പെടും. എന്ന് മാത്രമല്ല, ഫയൂലഉ ലഹു, ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് ലഭിക്കും അൽ ഖബൂൽ ഫി അഹ്ലിൽ അർദി, ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു സ്വീകാര്യത ലഭിക്കും, ഒരു പ്രശസ്തി ലഭിക്കും, ഒരു അംഗീകാരം ലഭിക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർ ചെയ്തതെന്താ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ബോധിപ്പിച്ചുകൊണ്ട് മാത്രം അവരുടെ അമലുകൾ രഹസ്യമായി ചെയ്തു. അള്ളാഹിനെ മാത്രം ബോധിപ്പിച്ച് ചെയ്തതാ. അള്ളാഹിനെ മാത്രം ബോധിപ്പിച്ച് ചെയ്തപ്പോ അള്ളാഹുവിന് അവരോട് ഇഷ്ടം വന്നു. അള്ളാഹുവിന് ഇഷ്ടം വന്നപ്പോ എന്ത് ചെയ്തു? അവൻ ജിബ്രീലിനെ വിളിച്ച് ഇഷ്ടം വെക്കാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹു ആ ഇഷ്ടം ലോകം മുഴുവൻ വ്യാപിപ്പിച്ചു. ആ വ്യാപനം മുഖേന ഇവന് പേരും പ്രശസ്തിയും വന്നു, റബ്ബിന്റെ ഇഷ്ടദാസൻ എന്ന പദവിയും കിട്ടി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാതെ ജനങ്ങൾ 10 ആള് നല്ലത് പറയാൻ വേണ്ടി നമ്മളായിട്ട് ശ്രമിച്ചാൽ ഉണ്ടാകുന്നത് നരക, സ്വർഗല്ല. ഈ മനുഷ്യന് സ്വർഗവും കിട്ടി, പ്രശസ്തിയും കിട്ടി. പ്രശസ്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന പ്രചോദനമല്ല ഈ ഹദീസ്, പക്ഷെ മഹാന്മാർക്ക് പ്രശസ്തി കിട്ടി, അതിന്റെ അടിസ്ഥാനമാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ സ്വാലിഹായ മനുഷ്യനാവാൻ ആഗ്രഹിക്കുന്നതാണ്. സ്വാലിഹ് എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം നമ്മെ കുറിച്ച് വിലയിരുത്താറുണ്ട്. നമ്മൾ സ്വാലിഹാണോ? സ്വാലിഹീങ്ങളാ അള്ളാഹു കബൂലാക്കുന്ന അമൽ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ പൊരുത്തവും സ്നേഹത്തോടുകൂടി റബ്ബ് കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയുമുള്ള ആളുകൾ, അവൻ സ്വാലിഹായ അമൽ ചെയ്യുന്ന സ്വാലിഹായ മനുഷ്യനാണ്. അള്ളാഹു അതിൽ നമ്മെ പെടുത്തട്ടെ. അങ്ങനെ സ്വാലിഹായ മനുഷ്യനാണ് ഞാനും നിങ്ങളും എന്ന് തിരിച്ചറിയാൻ, നമ്മളൊരു സ്വാലിഹായ മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ മഹാന്മാർ 3 അടയാളം പറയുന്നുണ്ട്. മഹാനായ ഷഖീഖ് ഇബ്നു ഇബ്രാഹിം അസ്-സാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അന്ന റജുലൻ സഅലഹു, ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് മഹാനായ ഷഖീഖ് ഇബ്നു ഇബ്രാഹിം അസ്-സാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുന്നുണ്ട്, ഇന്നൻ നാസ യുസമ്മൂനനി സാലിഹ ഫകൈഫ അഅലമു അന്നി സാലിഹുൻ ഔ ഗൈറു സാലിഹ്. മഹാനായ ഷഖീഖ് ഇബ്നു ഇബ്രാഹിം അസ്-സാഹിദ് എന്നവരെ, ജനങ്ങളെല്ലാവരും എന്നെ കുറിച്ച് പറയുന്നത് താങ്കൾ ഒരു സ്വാലിഹായ മനുഷ്യൻ എന്നാ എന്നെ കുറിച്ച് പറയുന്നത്. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് മഹാനായ ഷഖീഖ് ഇബ്നു ഇബ്രാഹിം അസ്-സാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയാണ്, തങ്ങളെ എന്നെ കുറിച്ച് ആളുകളൊക്കെ പറയുന്നത് നിങ്ങളൊരു വലിയ സ്വാലിഹായ മനുഷ്യനാ, മഹാനാന്നാ പറയുന്നത്. ഞാനൊരു സ്വാലിഹായ മനുഷ്യനായി എന്ന് തിരിച്ചറിയാം. എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഒരുപാട് ആളുകൾ നോമ്പെടുക്കുന്നവരും ഇപ്പോൾ നോമ്പ് ഉള്ളവരും, ഒരുപാട് ഖുർആൻ ഓതുന്നവരും, ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നവരും, ഒരുപാട് നിസ്കരിക്കുന്നവരും ഒക്കെയായ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാർ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ പരീക്ഷണം ചെയ്തുകൂടെ? ഞാനും നിങ്ങളും സ്വാലിഹാണോ? സ്വാലിഹാണ് എങ്കിൽ തിരിച്ചറിയാൻ 3 അടയാളമാണ് ഉള്ളത്. ഈ 3 അടയാളത്തിൽ നമ്മൾ പരാജയപ്പെട്ടാൽ എല്ലാം പോയി, എല്ലാ അമലും പോയി. മഹാനായ ഷഖീഖ് ഇബ്നു ഇബ്രാഹിം അസ്-സാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ആ മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, ആളുകൾ എന്നെ സ്വാലിഹ് എന്ന് വിളിക്കുന്നു, ഞാനത് തിരിച്ചറിയാൻ ശ്രമിക്കാണ്. ഞാൻ സ്വാലിഹാണെന്ന് എങ്ങനെയാ എനിക്ക് തിരിച്ചറിയാൻ പറ്റാ? ഞാൻ സ്വാലിഹ അല്ലാന്ന് എനിക്ക് എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റാ? മഹാനായ ഷഖീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹിർ സിർറക ഇൻദ സ്വാലിഹീന ഫഇൻ റളൂ ബിഹി ഫഅലം അന്നക സ്വാലിഹ് വഇല്ലാ ഫലാ. ഒന്നാമത്തെ അടയാളം, നിന്റെ സ്വകാര്യ ജീവിതത്തെ സ്വാലിഹീങ്ങളായ മഹാന്മാരുടെ മുന്നിൽ വന്ന് നീ പറയുമ്പോ അവർ ആ സ്വകാര്യ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നതാണ് എങ്കിൽ നീ തീരുമാനിച്ചോ, നീ സ്വാലിഹായ മനുഷ്യനാവാൻ ഒന്നാമത്തെ അടയാളത്തിൽ നീ വിജയിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞത്?
നമ്മുടെ സ്വകാര്യ ജീവിതം, നമ്മൾ തനിച്ചിരിക്കുമ്പോ ആരും നമ്മെ കാണുന്നില്ല എന്ന ഒരു തോന്നൽ വരുമ്പോ നമ്മൾ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ, നമ്മൾ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ഒരു നല്ല മനുഷ്യന്റെ അടുത്ത് ചെന്ന് നമുക്ക് പറയാൻ ധൈര്യമുണ്ടോ? അഥവാ നമ്മൾ പറഞ്ഞാൽ അദ്ദേഹം നമ്മെ നീ ചെയ്തത് നല്ല പണിയാണെന്ന് പറഞ്ഞ് നമ്മെ സന്തോഷിപ്പിക്കുകയും അയാൾക്ക് തൃപ്തി വരികയും ചെയ്താൽ, ആ സ്വാലിഹായ മനുഷ്യന് നമ്മുടെ ഈ വർത്താനം കൊണ്ട് സന്തോഷം ഉണ്ടായാൽ നമ്മൾ സ്വാലിഹാണ് എന്നതിന് ഒന്നാമത്തെ തെളിവാണ്. അതിന് ഒറ്റയ്ക്കിരിക്കുമ്പോൾ സിനിമ കാണാണ്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ വൃത്തികേടുകൾ ചിന്തിക്കാണ്. അതൊക്കെ പോയിട്ടൊരു സ്വാലിഹായ മനുഷ്യനോട് പറഞ്ഞ അയാൾക്ക് നമ്മോട് തൃപ്തി ഉണ്ടാവോ? ഉണ്ടാവൂല. പിന്നെ എങ്ങനെയാ നമ്മൾ സ്വാലിഹാവ? ഒന്നാമത്തെ അടയാളത ഒന്നുകൂടി പറയാം. നമ്മുടെ സ്വകാര്യ സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റൊരു സ്വാലിഹായ മഹാനോട് പറഞ്ഞാൽ അയാളത് കേൾക്കുമ്പോൾ അയാൾക്ക് സന്തോഷം ഉണ്ടാവുമെങ്കിൽ നമ്മൾ ഒരു സ്വാലിഹായ മനുഷ്യനാണ്. നമ്മുടെ ആ പ്രവർത്തനങ്ങൾ അത്രയും നല്ലതായിരിക്കും. അപ്പൊ നമ്മുടെ ഏകാന്തതയിൽ നമ്മൾ നല്ലതാവുക എന്നതാണ് അതിന്റെ ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തേത് ദുനിയവിയായ താല്പര്യത്തെ നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോ നിന്റെ മനസ്സിന് അതിനോട് വെറുപ്പ് വരുന്നു എങ്കിൽ അതൊന്നും വേണ്ട. 10-60 വയസ്സായില്ലേ, 40-45 വയസ്സായില്ലേ, ഇനി എന്തിനപ്പ അങ്ങനെ ഒരു സന്തോഷം? വേണ്ട, ഇത് മതി. ദുനിയവിയായ കാര്യത്തോട് നിന്റെ മനസ്സിലേക്ക് ഒരു ദുനിയവിയായ കാര്യത്തെ കൊണ്ടുവരാം. നിന്റെ മനസ്സത് ഉൾക്കൊള്ളുന്നില്ല, അതിനെ തട്ടിക്കളയാണെങ്കിൽ നീ ഉറപ്പിച്ചോ, നീ സ്വാലിഹ. രണ്ടാമത്തെ അടയാളതാ. മൂന്നാമത്തെ അടയാളം, നിന്റെ മനസ്സിനോട് നീ നിന്റെ സ്വന്തം മരണത്തെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. നീ ഒന്ന് തനിച്ചിരിക്ക, എന്നിട്ട് ആലോചിക്ക. നിന്റെ വീടിന്റെ മുന്നിലും വാടക കസേര നിരത്തുന്ന ദിവസം, നിന്റെ വീടിന്റെ മുന്നിലും നീലട്ടാർപ്പായ വലിച്ചു കെട്ടുന്ന ദിവസം, നീ ക്ഷണിക്കാതെ നിന്റെ വേണ്ടപ്പെട്ടവരും ബന്ധുക്കളും സുഹൃത്തുക്കളും നിന്റെ വീട്ടിലേക്ക് കൂട്ടം കൂട്ടമായി വന്ന് കുറെ സമയം ചെലവ് ചെയ്യുന്ന ദിവസം, നിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന ദിവസം, നിന്നെ ഖബറിൽ വെക്കുന്ന ദിവസം, ഇതൊന്നും നീ നിന്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുമ്പോ നിന്റെ മനസ്സ് പറയാണ്, ആ ദിവസത്തിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ദുനിയാവ് സഹിച്ചത് മതി, ദുനിയാവ് എനിക്ക് പേടിയാ, എനിക്ക് മരിച്ചാൽ മതി എന്ന തോന്നൽ നിന്റെ മനസ്സ് നിന്നോട് പറയുന്നു എങ്കിൽ നീ സ്വാലിഹ. അപ്പൊ നിന്റെ മനസ്സ് പറയാണ്, അതൊന്നും ആലോചിക്കണ്ട. നിന്റെ മനസ്സിനും സ്വന്തം മരണത്തെ കുറിച്ച് വെറുപ്പാണ് ആലോചിക്കുമ്പോ വരുന്നതെങ്കിൽ നീ സ്വാലിഹല്ല. അള്ളാഹു നമ്മെ നന്നാക്കട്ടെ. ഇതൊക്കെ വലിയ തസവുഫിന്റെ മേഖലയിൽ മഹാന്മാരായ ഉലമാ, സുഫിയാക്കൾ, ഔലിയാക്കൾ ചിന്തിച്ച കാര്യങ്ങളാ. മഹാനായ ഷഖീഖ് ഇബ്നു ഇബ്രാഹിം സാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുന്നില് തന്നെ കുറിച്ച് സ്വാലിഹാണെന്ന് പറഞ്ഞ ജനങ്ങൾ പറഞ്ഞ കാര്യം ടെസ്റ്റ് ചെയ്ത് അറിയാൻ, പരിശോധിച്ചറിയാൻ വന്ന ആ മനുഷ്യൻ ഈ 3 കാര്യങ്ങളും കേട്ട് കഴിഞ്ഞപ്പോ ഷഖീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഈ 3 കാര്യം നീ കേട്ടില്ലേ? ഈ 3 കാര്യം നിന്നിൽ ഉണ്ട് എങ്കിൽ നീ സ്വാലിഹായ മനുഷ്യനായി. എന്നാൽ നീ ഇനി ചെയ്യേണ്ടത് നിന്റെ അമലിൽ ലോകമാന്യത വരാതിരിക്കാൻ നീ കുറച്ച് വിനയം കാണിക്കേണ്ടി വരും. ഈ 3 അടയാളം നിന്നിൽ ഉണ്ടെങ്കിൽ, ഈ 3 അടയാളം നമ്മളിൽ ഉണ്ടോ? നമുക്കുണ്ടോ ഇല്ല എന്നുള്ള കാര്യം വലിയ കാര്യം, അത് ഉണ്ടാവാൻ സാധ്യതയല്ല. അള്ളാഹു തരട്ടെ. ഈ 3 കാര്യവും 3 അടയാളം നിന്നിൽ ഉണ്ട് എങ്കിൽ, ആ 3 അടയാളം നിന്നിൽ ഉണ്ടെങ്കിൽ ഇനിയും നീ ശ്രദ്ധിക്കണം, കൂടുതൽ വിനയം കാണിക്കണം നിന്റെ അമലിൽ. അപ്പോഴാ നിനക്ക് സ്വാലിഹായി നിലനിൽക്കാൻ കഴിയൂ എന്ന് മഹാനായ ഷഖീഖ് റളിയല്ലാഹു അൻഹു ആഗതനോട് പറയുകയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് താരതമ്യം ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. കേട്ടോളൂ, ഒരു ഹദീസ്, വളരെ രസകരമായ ഹദീസാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചു, അതദറൂന മനിൽ മുഅ്മിൻ, സ്വഹാബത്തെ, ആരാണ് മുഅ്മിൻ എന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹുവിനും അവന്റെ റസൂലിനുമേ അറിയൂ. ആരാണ് മുഅ്മിൻ എന്ന് ഞങ്ങൾക്കറിയില്ല നബിയെ. അല്ലാഹു വറസൂലുഹു അഅലമു, അല്ലാഹുവും അവന്റെ റസൂലും ആരാണ് മുഅ്മിൻ എന്ന് പരിപൂർണമായും അറിയുക. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അല്ലദീ ലാ യമൂതു ഹത്താ യംല അല്ലാഹു മസാമിഅഹു മിമ്മാ യുഹിബ്ബു. മൂമിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം, അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ആരുടെ ചെവിയിൽ മരണം വരെ കേൾക്കാൻ ഭാഗ്യമുണ്ടോ അവനാണ് മൂമിൻ. അള്ളാഹുവിന്
ഭാഗ്യം തരട്ടെ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളതല്ല നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് എന്താ? മൂപ്പര് വലിയ ഹാജിയാരാണ്, മൂപ്പര് വലിയ നിസ്കാരക്കാരനാണ്, മൂപ്പര് ഒരുപാട് ദാനധർമ്മം ചെയ്യുന്ന ആളാ, മൂപ്പര് ഒരുപാട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാ. 10 ആളുകൾ ഇങ്ങനെ പറയുന്നത് നമ്മുടെ ചെവിയിൽ വരുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ചെവിയിൽ വരലല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് വരണം. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് നമ്മുടെ ചെവിയിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അപ്പോഴാ മൂമിനെന്ന് പറയാ. ഒരു മനുഷ്യനുണ്ടല്ലോ, ഇരുമ്പിന്റെ വാതിൽ കൊണ്ട് പൂട്ടപ്പെട്ട റൂമിന്റെ ഉള്ളിലായി 70ഓളം റൂം. ഓരോ റൂമും ഇരുമ്പിന്റെ വാതിൽ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇരുമ്പിന്റെ വാതിൽ കൊണ്ട് കൊട്ടിയടക്കപ്പെട്ട, ഒരു കാറ്റ് പോലും കടന്നു ചെല്ലാത്ത ഇരുട്ടിന്റെ ഉള്ളറയിൽ 70 വീടുകൾ, 70 റൂം. ഒരു റൂം തുറന്നിട്ട് വേണം അടുത്ത റൂം, അത് തുറന്നിട്ട് വേണം അടുത്ത റൂം. അങ്ങനെ 70 റൂമിന്റെ ഉള്ളറയില് ഇരുമ്പിന്റെ കവാടം കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ഒരു ഇരുട്ടറയിൽ ഒരാൾ അമല് ചെയ്തു. ആരും അറിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി പറയാണ്, പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഇരുട്ടറയിൽ ഉള്ളിൽ അവൻ നിസ്കരിച്ചത് അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് ആ നിസ്കാരം ഇഷ്ടമായി, അത്ര രഹസ്യമായി ചെയ്തത് അള്ളാഹ്ക്ക് ഇഷ്ടമായാൽ റബ്ബ് അത് പരസ്യമാക്കും. അങ്ങനെ പരസ്യമാക്കുന്നത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മറ്റു പല മനുഷ്യരുടെയും ഇടയിൽ നിന്നും ഇവൻ കേൾക്കേണ്ടി വരും. ഇവനെ കുറിച്ചാണല്ലോ ആ പറഞ്ഞതെന്ന്. അപ്പോൾ ഇവന്റെ മനസ്സിൽ സന്തോഷം തോന്നും, പടച്ചോനെ ഒരുപാട് പേർക്ക് നന്നാവാൻ എന്റെ രഹസ്യമായ അമലൊരു കാരണമായല്ലോ. ഇങ്ങനത്തെ ഒരവസ്ഥ വരുമ്പോൾ ആ മനുഷ്യന്റെ ഇബാദത്ത് കൂടുതൽ താല്പര്യത്തോടുകൂടെ പിന്നെയും അവൻ ചെയ്യും. ഞാൻ രഹസ്യമായി ചെയ്ത അമല് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടപ്പോ അള്ളാഹു അത് പരസ്യമാക്കി. അങ്ങനെ അള്ളാഹു ജനങ്ങളിൽ പലർക്കും ഞാൻ ചെയ്യുന്ന പോലെ രഹസ്യമായി ചെയ്യാൻ തോന്നിച്ചു. എന്റെ അമല് കാരണല്ലേത്? അങ്ങനെ തോന്നിയപ്പോ, എന്റെ അമല് അത്രയും വലിയ മഹത്വത്തിൽ നിൽക്കുന്നു എന്ന് തോന്നിയപ്പോ അദ്ദേഹം വീണ്ടും കൂടുതൽ ചെയ്തു. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൂമിനായ മനുഷ്യൻ യുഹിബ്ബു മാ സാദ ഫീ അമലിഹി, അവന്റെ അമല് കൂടാനുള്ള ആ കാരണത്തെ അവൻ ഇഷ്ടപ്പെടുന്നു. ഇതാ മൂമിൻ. നേരെ തിരിച്ചും പറഞ്ഞു, ഒരു തെമ്മാടി, ആ തെമ്മാടി രഹസ്യമായിട്ട് അമല് ചെയ്യുന്നു. ആ രഹസ്യമായിട്ട് അമല് ചെയ്യുന്നതിന് അവൻ തന്നെ വന്നിട്ട് പുറത്ത് പറയാണ്, ഞാൻ 70 വാതിൽ കൊട്ടി അടയ്ക്കപ്പെട്ട കൂരിരുട്ടിൽ നിന്നും അള്ളാഹുവിന് വേണ്ടി എല്ലാ ദിവസവും നിസ്കരിക്കുന്നവനാ. ഞാൻ ഇത് ഒരാളോടും പറയാറില്ല എന്ന് പറഞ്ഞുകൊണ്ടായി പറയണത്. ഞാൻ ഇത് ആരും ബോധിപ്പിച്ച് ചെയ്യുന്നതല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാ. അങ്ങനെ 10 ആളോട് അവൻ പറഞ്ഞു. അങ്ങനെ ആളുകളിൽ നിന്നും അത് ഏറ്റു പറഞ്ഞ് ഇവനെ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അവന് ഇഷ്ടമുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതല്ല, അവന് ഇഷ്ടമുള്ളത് കേൾക്കാൻ വേണ്ടി കാതിൽ അതിനുള്ള ഒരവസരം ഉണ്ടായവൻ ഫാജിറാണ്, തെമ്മാടിയാ, പരാജയപ്പെട്ടവനാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ അവനെ കുറിച്ച് നല്ലത് പറയുന്നു എന്ന് അവൻ എങ്ങാനും എവിടെയെങ്കിലും വെച്ച് കേട്ട് കഴിഞ്ഞാൽ പിന്നെയും അവൻ ആ കൂടുതൽ പറയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. ഇന്നൽ ഫാജിറ യുഹിബ്ബു മാ സാദ ഫീ ഫുജൂരിഹി, അവൻ ആ തെറ്റ് കൂടുതലായി ചെയ്തുകൊണ്ടിരിക്കും. അതായത് രഹസ്യമായി ചെയ്യുന്നു എന്നത് അവൻ പരസ്യമാക്കാണ്, അവന് പേരും പ്രശസ്തി ഉണ്ടാവാൻ വേണ്ടി. ഈ രൂപത്തിലൊക്കെയാണ് ഓരോ മനുഷ്യന്മാരുടെയും ജീവിതം. അള്ളാഹു അതിൽ നിന്ന് നമ്മെ ഒഴിവാക്കി തരട്ടെ. അപ്പൊ ഒരു മൂമിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വർത്താനത്തെ സ്വന്തം കാതിൽ എത്തുന്ന ഭാഗ്യം ഉള്ള ആളാ മൂമിൻ. അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, ഇവനെ കുറിച്ച് അള്ളാഹ് ഇഷ്ടപ്പെട്ടതാ കേൾക്കേണ്ടത്. നമുക്ക് അള്ളാഹ് ഇഷ്ടപ്പെട്ടത് നമ്മെ കുറിച്ച് ജനങ്ങൾ പറയണം, അത് കേൾക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. അപ്പോഴാ നമ്മൾ മൂമിനാവാ. നമ്മൾ രഹസ്യമായി ചെയ്യുന്നത് രഹസ്യത്തിൽ തന്നെ ഇരിക്കണം. ഒരു ഉള്ളു വേണം, ഉള്ളിൽ കുറച്ച് സ്ഥലം വേണം, ഒരു അറ വേണം, അതിലായിരിക്കണം ആ ഉള്ളു ഹൃദയ. അത് ആരോടും പറയാനുള്ളതല്ല. ചില രോഗങ്ങളൊക്കെ വന്നിട്ട് സ്വഹാബികൾ അതിന്റെ കൂലി പ്രതീക്ഷിച്ച് രഹസ്യാക്കി വെച്ചിട്ടുണ്ട്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഒക്കെ 30 കൊല്ലത്തോളം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് തന്റെ രോഗങ്ങളൊക്കെ, ആരും അറിയണ്ടെന്ന് വെച്ച്. കാരണം രോഗത്തിന് കൂലി ഉണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പിന്നെന്തിനാ അത് പരസ്യമാക്കുന്നത്? അത് രഹസ്യമാക്കി അത് ആസ്വദിച്ച അമലായി കൊണ്ട് നടന്ന മഹാന്മാർ 30 കൊല്ലമൊക്കെ ഒരു രോഗത്തെ ഒളിച്ചു വെക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ ഭാഗ്യമുള്ള മനുഷ്യനാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതായാലും മനുഷ്യ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ മുഴുവനും അള്ളാഹു പൊളിച്ചടക്കും. രഹസ്യങ്ങൾ അള്ളാഹു പൊളിച്ചെടുക്കും. ആ പൊളിച്ചെടുക്കുന്ന ദിവസമുണ്ട്. ആ സമയത്ത് ലോകമാന്യത കാണിച്ച് അമല് ചെയ്തവനെ ഒന്നും അള്ളാഹു വിടൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ
യൗമ തുബ്ലസ് സറായിർ ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനെ പുനർജീവിപ്പിക്കുന്നവനാണ്. ഏത് ദിവസം? യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങൾ പൊളിച്ചടക്കുന്ന ദിവസം മനുഷ്യന് പുനർജീവിതം നൽകുന്നവനാണ് അല്ലാഹ്. നീ കേട്ടോളൂ, രഹസ്യങ്ങൾ പൊളിച്ചടക്കുന്ന ദിവസത്തിന്റെ പ്രത്യേകത കണ്ടോളൂ. സൂറത്തുർ റഹ്മാൻ, ഫയൗമ ഇദിൽ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസും വലാ ജാൻ. നീ എന്ത് തെറ്റാടാ ചെയ്തത് എന്ന് ഒരു മനുഷ്യനോടും അല്ലാഹ് ചോദിക്കൂല. നീ എന്ത് തെറ്റാ ചെയ്തതെന്ന് ഒരു ജിന്നിനോടും അല്ലാഹ് ചോദിക്കൂല. അവർ ചെയ്ത തെറ്റുകളെ അവിടെ പ്രത്യക്ഷമാക്കപ്പെടും. അവർ ചെയ്ത തെറ്റുകളെ അവിടെ കാണപ്പെടും. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും, ഓരോ തെറ്റ് ചെയ്തവൻ ചെയ്ത തെറ്റ് ഇന്നതാണെന്ന് അറിയിക്കുന്ന അടയാളം അവരിൽ കാണപ്പെടും. ഫയുഖദു ബിന്നവാസി വൽ അഖ്ദാം, കാലിൽ പിടിച്ച് ചുഴറ്റിയെറിയും. ചിലരെ കുടുമയിൽ പിടിച്ച് നെറുകയിലെ മുടി ചുരുട്ടി പിടിച്ചിട്ട് ചുഴറ്റിയെറിയും. എങ്ങോട്ടാ എറിയുന്നത്? ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. നമ്മുടെ മനസ്സാക്ഷി നിഷേധിച്ച, നമ്മൾ പലപ്പോഴും മറന്നുപോയ ആ നരകത്തിലേക്ക് വലിച്ചെറിയും. അള്ളാനെ ബോധിപ്പിക്കാതെ ചെയ്ത അമലുകൾ ഒന്നും അല്ലാഹ് സ്വീകരിച്ചിട്ടുമില്ല. അങ്ങനെ ചെയ്തവനെയും അള്ളാഹു ഇങ്ങനെ വലിച്ചെറിയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ജീവിതത്തിൽ റബ്ബെന്ന ഓർമ്മയിൽ അമല് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇബാദത്തുകൾക്ക് വലിയ ശ്രേഷ്ഠതയും ഇബാദത്തുകളോടുള്ള നീതി നിർവഹിക്കാനുള്ള ഉത്തരവാദിത്ത ബോധം അള്ളാഹു നമുക്ക് തന്നു. റബ്ബ് നമ്മെ സലാമത്താക്കട്ടെ.